നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കഴിഞ്ഞ ദിവസം ലോക സോഷ്യൽ മീഡിയയെ വൈറലാക്കിയ വലിയ ഒരു സംഭവ വികാസം നമ്മൾ കേട്ടിട്ടുണ്ട്. ജപ്പാനിലൊരു മൃഗശാലയിലാണ് സംഭവം. അത് പഞ്ച് എന്ന ഒരു കുട്ടിക്കുരങ്ങൻ്റെ കഥയാണ്. അതിനെ ഉപേക്ഷിച്ചു പോയ തൻ്റെ മാതാവിനെ ഒരു ഓറാക്കുട്ടൻ പാവയിലൂടെ കാണുകയാണ് അത്. ആ സംഭവം ഞാനൊന്ന് വിവരിക്കാം. വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. ജപ്പാനിലൊരു മൃഗശാലയിൽ പഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കുരങ്ങന്റെ കഥ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തെ സ്പർശിച്ചു. അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. സുരക്ഷയും സ്നേഹവും നൽകുന്ന ഏക അഭയം അപ്രതീക്ഷിതമായി ഇല്ലാതെയായപ്പോൾ പഞ്ചിൻ്റെ ജീവിതം പൂർണ്ണമായും മാറി. മൃഗശാലയിലെ പുതിയ അന്തരീക്ഷം അവന് ആശ്വാസം നൽകുന്നത് അല്ലായിരുന്നു. മറിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റു കുരങ്ങുകൾ അവനെ അംഗീകരിച്ചില്ല. ആക്രമണവും ഒറ്റപ്പെടുത്തലും അവൻ്റെ ദിവസങ്ങളെ വളരെയേറെ വേദനാജനകമാക്കി മാറ്റി. ഒരു കുഞ്ഞൊറ്റപ്പെടുമ്പോൾ അതാദ്യം അന്വേഷിക്കുന്നത് തൻ്റെ സുരക്ഷിതത്വമാണ്. പഞ്ചും അത് തന്നെയാണ് അന്വേഷിച്ചത്. അവൻ തൻ്റെ അമ്മയെ ആ കൂട്ടത്തിൽ അന്വേഷിച്ചു. ഇത് മനസ്സിലാക്കിയ മൃഗശാലയിലെ ജീവനക്കാർ അവന് ഒരു ഓറാക്കുട്ടൻ പാവയെ നൽകുകയാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ ശൂന്യത നിറയ്ക്കുവാൻ അവനൊരു ചെറിയ പാവയെ അമ്മയായി കരുതി ചേർത്തു പിടിച്ചു. ആ പാവയോട് സംസാരിക്കുകയും അതിനെ കരുതലോടെ കയ്യിൽ പിടിച്ചു നടക്കുകയും ചെയ്തു. ലോകം അതൊരു കളിപ്പാട്ടമായി കണ്ടു എങ്കിലും പഞ്ചിനത് തൻ്റെ ജീവന്റെ വിലയായിരുന്നു, തൻ്റെ അമ്മയായിരുന്നു. മനുഷ്യ മനസ്സിനേറെ സാമ്യമുള്ള ഒരു വികാരം ഇവിടെ കാണാം. നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാൽ അവരുടെ ഓർമ്മകളുടെ നമ്മളിലൂടെ ജീവിക്കുന്നു. പഞ്ചിന്റെ പാവ അവൻ്റെ ഓർമ്മയും ആശ്വാസവുമായിരുന്നു. ഒറ്റപ്പെടലും നീരസവും സാധാരണമായ ഒരാളെ കൂടുതൽ കടുപ്പമായ ജീവിതത്തിലേക്ക് നയിച്ചുവിടും. എന്നാൽ പഞ്ചിന്റെ കഥ വ്യത്യസ്തമാണ്. അവൻ പ്രതികാരമോ ആക്രമണമോ തിരഞ്ഞെടുക്കാതെ സഹനവും ഇമോഷണലുമായ ഒരു ബന്ധം തിരഞ്ഞെടുത്തു. വളരെ വൈകാരികപരമായ ഒരു ബന്ധം. ആ ബന്ധത്തിലൂടെ അവൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവൻ്റെ നിർമ്മലമായ പെരുമാറ്റവും പാവയോടുള്ള സ്നേഹവും കാണുമ്പോൾ ആളുകൾ അതിൽ ഒരു വലിയ സന്ദേശം കണ്ടു. അവനൊരു മൃഗം മാത്രമായിരുന്നില്ല, വേദനയുടെ കരുണയെ കണ്ടെത്തിയ ഒരു ജീവിയായിരുന്നു. കാലക്രമേണ പഞ്ച് മറ്റു കുരങ്ങന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചു. ആദ്യം അവനെ ആക്രമിച്ചവരെയും പിന്നെ അവനെ അംഗീകരിച്ചു തുടങ്ങി. അവൻ അവരോട് വൈരാഗ്യം കാണിച്ചില്ല, മറിച്ച് അവൻ തുറന്ന മനസ്സോട് അവരോട് സമീപിച്ചു. ഈ മാറ്റം നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്നു. ഒരാളുടെ പ്രതികരണം തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നത് എന്ന് പഞ്ചിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായെങ്കിലും ഗഗനമായി ചിന്തിക്കുന്ന ഒരു സത്യമാണ്. നഷ്ടം ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ ബന്ധത്തിന് വഴിയൊരുക്കുന്ന തുടക്കമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റപ്പെടലിൽ പോലും ഒരു പ്രത്യാശയുടെ വഴിയുണ്ട് എന്നുള്ളത്. ആ പ്രത്യാശയിലായിരിക്കണം നമ്മൾ നമ്മുടെ ആത്മബലം കണ്ടെത്തേണ്ടത്. അത് നമ്മളെ നാളുകളിൽ നയിക്കേണ്ടതാണെന്ന് നാം ഓർക്കണം. ഇന്നത്തെ സമൂഹത്തിൽ പലരും മാനസികമായി ഒറ്റപ്പെട്ടവരാണ്. സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ നമ്മൾ നിൽക്കുമ്പോഴും ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്ന അനേകരുണ്ട്. പഞ്ചിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. ആശ്വാസം ചിലപ്പോൾ വലിയ കാര്യങ്ങളിൽ നിന്നായിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കും. അത് നമ്മളെ ഈ പഞ്ച് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒത്തിരി വന്നു. തൻ്റെ അമ്മയെ വിട്ടുപിരിയേണ്ടി വന്നു. അവനപ്പോൾ ഒരു പാവക്കുട്ടിയിൽ തൻ്റെ ജീവിതം, തൻ്റെ സന്തോഷങ്ങൾ, തൻ്റെ അഭിമാനം, തൻ്റെ ആത്മവിശ്വാസം എല്ലാം ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യനും. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ തീരുമാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകും. നാളെ പുതിയ ജീവിതങ്ങൾ തുടങ്ങും. നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ ആക്രമിച്ചവർ, നമുക്കെതിരെ പടവാൾ ഓങ്ങിയവർ, ഇവരൊക്കെ നമ്മളോടൊപ്പം ചേരുന്ന കാലം വരും. അതിനെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. നമ്മുടെ മനസ്സിന് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ പ്രാപ്തരാക്കി മാറുമ്പോൾ ഈ സമൂഹം നമുക്ക് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തും. ആൽക്കെമിസ്റ്റ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം ഒരു ഗൂഢാലോചന നടത്തും. അങ്ങനെയാണ് പഞ്ചിനെ ലോകമറിഞ്ഞു. പഞ്ചിന്റെ ജീവിതം ഒത്തിരി മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിൻ്റെ കഥകളായി തീർന്നു. എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കാൻ കഴിയുന്ന തരത്തിൽ പഞ്ചിന്റെ ജീവിതം മാറിയെങ്കിൽ അത് നമുക്ക് തരുന്ന പാഠവും സന്ദേശവും വലുതാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്.
നമ്മുടെ ലോകത്തുണ്ട്. പല യുദ്ധങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നീറുന്ന വേദനകളുമായി കഴിയുന്ന അമ്മമാരുമുണ്ട്. ആ സമയത്ത് യുദ്ധമല്ല പരിഹാരം. വൈകാരികപരമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ മാതാവിനെ നഷ്ടപ്പെട്ടു പോയ പഞ്ചിനെ പോലെ നമ്മുടെ ജീവിതത്തിലും അവസ്ഥകൾ വരാതിരിക്കട്ടെ. സ്നേഹത്തോടും സഹനത്തോടും ജീവിക്കാൻ നമുക്ക് കഴിയണം. താങ്ക് യു.